ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു SRDK ഫാമിലി. ഇന്ന് നമ്മൾ എങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി എങ്ങനെ ഓട്ടിക്കാം എന്നുള്ളത് ഒരു ക്ലാസ്സിലോട്ടാണ് പോണത്. അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോകാം. വണ്ടിയുടെ അടുത്തോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടി, ഇതാണ് ഞാൻ ഓട്ടിക്കാൻ പോകുന്ന വണ്ടി. അപ്പം പുള്ളിക്കാരൻ വണ്ടിയുടെ കവറൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ പരിപാടി തുടങ്ങും. എന്തൊരു പുച്ഛം വണ്ടിയിലിരിക്കുന്ന വണ്ടി കൊണ്ടുവച്ചാൽ താക്കോലെടുത്തോണ്ട് വരില്ല. ആർക്കൊന്നും എടുത്തുണ്ടാവും. ആക്രിയായി കയറട്ടെ. വലത് കാല് വെച്ച്. അപ്പം നമുക്ക് വലത് കാല് വെച്ച് തൊട്ട് തൊഴവാ അകത്തേക്കാം. നിനക്ക് പറ്റുമെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ വലത് വലിച്ച് കയറും. ഓക്കെ, വലത് കാല് വെച്ച് കയറാൻ പറ്റുമോ? എനിക്ക് ഇടത് കാലേ കയറ്റാൻ പറ്റില്ല. ഇത്രയും ഞെരുങ്ങിയ സ്ഥലത്ത് ഞാൻ എങ്ങനെ കയറാം? ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ സീറ്റിൽ അല്ല ഇതൊന്നും വേണ്ട. ആസനസന ഇരുന്ന് സംഭവം. ഇനി സംഭവം പറഞ്ഞ എങ്ങനെയാണെന്ന്. ഇങ്ങനെ തന്നെ ഇരിക്കേ. എനിക്ക് ഭയങ്കര ജാഗ്രതയുള്ള തോന്നുന്നു. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ്. ഓക്കെ, ഇനി എടുത്തുകളാ. ഒന്നും വേണ്ട. ഇപ്പൊ ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഇതൊന്നും ഒരു കുഴപ്പമില്ല. എവിടെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അടുത്ത് കാലി ഇടത് കാലി അതില് ചവിട്ടി അങ്ങ് താഴെ. ഇതില് അറ്റത്തെ മുട്ടിയാ? ഇത് ക്ലച്ച് അല്ലേ? ABCD അങ്ങറ്റ മുട്ടിയാ? അത് ക്ലച്ച്. ആ കണക്കാണ് ഇരിക്കുക. അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് അതിനാ പറഞ്ഞ അതാണ് കണക്ക്. ഇത് നീങ്ങണില്ലല്ലോ. ഇതിങ്ങനെ ഈശ്വര ഇവിടെ ഞാൻ പിടിക്കും. വണ്ണം കുറയ്ക്കാറുണ്ട് ഗായ്സ്. ഓക്കെ, ആ ചാട്ടി തുടക്കത്തിൽ തന്നെ ഇവരൊക്കെ വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടി കയറി ഇരുന്നോണ്ട് തന്നെ ഗ്ലാസ് താത്തരണം. പെട്ടെന്ന് ആദ്യം വണ്ടി ഇനിഷ്യലായി ഒന്നുകൂടി ഓണാക്കിട്. ഇപ്പൊ എല്ലാം ഇതാത്ര ഒന്നുകൂടി ഓണാക്ക്. ഓക്കെ, ഗ്ലാസ് ഒക്കെ തന്നിട്ടുണ്ട്. അടുത്ത് ഓഫ് ചെയ്യട്ടാ? ഇന്നൊന്നും അടിച്ച് സ്റ്റാർട്ടാവും. വേണ്ട, ഞാൻ സ്റ്റാർട്ടാക്കാതെ പഠിക്കാനാണ് വന്നത്. പഠിത്തമൊന്നുമല്ലോ പറയുന്നത്. ജസ്റ്റ് എനിക്കൊന്ന് അറിഞ്ഞിരുന്നാ മതി. ഓക്കെ, പറഞ്ഞാ ഫസ്റ്റ് ഗിയർ ഇടണം. എന്നിട്ട് 8 പഠിക്കുന്നവരാണെങ്കിൽ ഉപ്പൂട്ടി തറയെ ഊന്നിട്ട് മുകളിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യാം. വണ്ടർ മൂവിങ് ആയി തുടങ്ങും. അപ്പൊ കൂട്ടത്തില് ആക്സിലേറ്റർ പതുക്കെ കൊടുത്ത് ക്ലച്ചിന് കാലെടുത്താൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. ഇത് ഭയങ്കര പാടാണല്ലോ. അത് വണ്ടി ഓഫ് കിടക്കുന്നുണ്ട്. ഓക്കെ, വണ്ടി മൂവ് ആയി തുടങ്ങിയ ശേഷം വീണ്ടും ക്ലച്ച് ഫുള്ള് ചവിട്ടി താത്തിട്ട് നേരെ താഴോട്ട് സെക്കൻഡ് ഇട്ട് വണ്ടി പോണം. പിന്നീട് സ്പീഡ് അനുസരിച്ച് 3rd 4th 5th. വണ്ടി പെട്ടെന്ന് നിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടി വണ്ടി കയറി കിടക്കുന്ന വണ്ടി അടിച്ച് ഓഫ് ആവും. അങ്ങനെ ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലച്ചിൽ കൂടി ചവിട്ടി വേണം. ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ചവിട്ടിട്ടാണ് ക്ലച്ച് ചവിട്ടാൻ. നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടുകയാണെങ്കിൽ പേടിക്കും വണ്ടി. ആദ്യം ബ്രേക്ക് ചവിട്ടി ക്ലച്ചിന് ചവിട്ടുക, വണ്ടി ന്യൂട്രൽ ഇടുക. വണ്ടി മൂവിങ്ങിലാണെങ്കിൽ സെക്കൻഡ് ഇട്ട് ആ സമയത്ത് എടുക്കുക. വണ്ടി നിർത്തേണ്ട അവസ്ഥയാണ് നിർത്തുക. എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഇട്ട് എടുക്കുക. ഓക്കെ, വണ്ടി ഇട്ട് ന്യൂട്രലിൽ ഫസ്റ്റ് ഇട്ട് ചവിട്ടി നിർത്തി ഫസ്റ്റ് ഇട്ട് എന്നിട്ട് പതുക്കെ കാലെടുത്ത്. വണ്ടി ഓഫ് ആക്കിയിട്ടിരുന്നാൽ പഠിക്കാൻ പറ്റില്ല. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത വണ്ടി ആദ്യം ഒന്നും പോകില്ല. വണ്ടി പകുതിക്ക് ശേഷം എടുത്താലേ വണ്ടി പോയി തുടങ്ങുള്ളൂ. ക്ലച്ച് പകുതിക്ക് ശേഷം എടുക്കണം. അങ്ങനെയൊന്നല്ല, നമ്മൾ ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കണം.
എന്നിട്ട് ക്ലച്ചിനൊരു ആക്ഷൻ വരുമല്ലോ, വണ്ടി മൂവ് ചെയ്യാനുള്ള സമയം ഒരു സ്പേസ് വരുമല്ലോ, അത് എത്രയും നിറയണമെങ്കിൽ വണ്ടി ഓൺ ആക്കി അടിക്കാൻ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിക്കണമെന്നാണ് നിങ്ങൾ പറയണേ? അതെ, പക്ഷെ ഇവിടെ പറ്റത്തില്ല. നടക്കൂല. ഞാൻ വേണമെങ്കിൽ വണ്ടി പഠിച്ചിട്ട് വന്നിട്ട് വണ്ടി ഓണാക്കിയിട്ടിട്ട് എന്താ പറയണേ? ഗ്രൗണ്ടിലാണല്ലോ പത്ത്. ഗ്രൗണ്ടിൽ ഞാൻ വരില്ല, ഞാൻ എന്നെ വന്നാലും ഞാൻ വരില്ല ഗ്രൗണ്ട്. ഇവിടെ അല്ലാതെ വേറെ ഏത് ഗ്രൗണ്ട് ഉണ്ട്? ഇവിടെ അടുത്ത് വേറെ ഗ്രൗണ്ട് ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കൈ കിടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞാൻ പഠിച്ച്. ഇനി പ്രോപ്പറായിട്ടൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ വണ്ടി എടുക്കണ കാണിച്ചു തരാം. ഇവരെയൊക്കെ കൂടെ ഇരുന്ന് പഠിച്ചാൽ തളക്കി വിളിയാക്കേണ്ടി വരും. പിന്നെ റോഡിൽ കൂടി പോകണവരെ ചീത്ത വിളിയാക്കേണ്ടി വരും. പിന്നെ പട്ടികളെ ചീത്ത വിളിയാക്കിയിട്ട് എന്തിന് ഞാൻ വെറുതെ എല്ലാത്തിൻ്റെയും ചീത്ത വിളിയാക്കണം. അതിനുള്ളതല്ല, ഞാൻ ഒരിടത്ത് പോയി പഠിച്ചിട്ട് ഓട്ടിക്കണല്ലേ നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.